എല്ലാവർക്കും നമസ്കാരം. AG ബയോളജി എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻ്റ് ആണ്. സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. ഇന്ന് നമ്മൾ അതേ വീഡിയോയുടെ തുടർച്ചയാണ് മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റിനെ സംബന്ധിച്ച് ചോദിക്കാറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി മുൻപ് ചെയ്ത വീഡിയോ കാണാത്തവർ കാർഡിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാൻ നോക്കുക. CSIR നെറ്റ് ലൈഫ് സയൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ക്ലാസ് 12 ബയോളജി സ്റ്റുഡൻസിനും അതുപോലെ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഐസോടോപ്സ് യൂസ്ഡ് ഫോർ പ്രൂവിങ് സെമി കൺസർവേറ്റീവ് റിപ്ലിക്കേഷൻ ഓഫ് DNA ആർ. സെമി കൺസർവേറ്റീവ് റിപ്ലിക്കേഷൻ ഓഫ് DNA പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 1958 നടന്ന മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻ്റ് ആണ്. അതിനവർ ഉപയോഗിച്ചത് എന്തായിരുന്നു? N14ഉം N15ഉം ആയിരുന്നു. ലൈറ്റ് ആൻഡ് ഹെവി ഐസോടോപ്പ്. സോ ആൻസർ ഇസ് ബി. In Meselson-Stahl experiment, N15 can only be differentiated on the basis of റേഡിയോ ആക്ടിവിറ്റി ആണോ? ഒരിക്കലുമല്ല. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. N15 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ റേഡിയോ ആക്റ്റീവ് T12 ഉപയോഗിച്ചിട്ടല്ല ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ ഒബ്സർവേഷൻ ആണോ? അല്ല. N15 ഡെൻസിറ്റി ഡിഫറൻസ് ആണ് നോക്കുന്നത്. N15 form a higher density band, N14 form a lower density band after cesium chloride centrifugation. So answer is density gradient എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം. E. coli cells grown on N15 medium are transferred to N14 medium and allowed to grow for 2 generations. DNA extracted from these cells is centrifuged. What density distribution of DNA would you expect in this experiment? 2 ജനറേഷന് ശേഷം എങ്ങനെയുള്ള ബാൻഡ് ആയിരിക്കും ഫോം ചെയ്യുക? ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പേരൻ്റൽ DNA എന്ന് പറയുന്നത് എന്തായിരിക്കും? HH DNA ആയിരിക്കും. T is equal to 0. We start with single DNA, 1 DNA. T is equal to 1 ജനറേഷനിൽ എന്ത് സംഭവിക്കും? ഈ 2 സ്ട്രാൻഡുകളും സെപ്പറേറ്റ് ചെയ്യും. പുതുതായി ഉണ്ടാകുന്ന DNA എന്ന് പറയുന്നത് N14ൽ നിന്നാണ് ഫോം ചെയ്യുക. ദാറ്റ് സ്റ്റിക്ക് ടുഗെദർ ആൻഡ് യു വിൽ ഗെറ്റ് LH. അതുകൊണ്ട് സിംഗിൾ ബാൻഡ് ആണ് ഫോം ചെയ്യുക ഓഫ് ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി. T is equal to 1 ജനറേഷനിൽ ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ആയിരിക്കും, സിംഗിൾ ബാൻഡ് ആയിരിക്കും ഉണ്ടാവുക. What will happen in T is equal to 2 generation? T is equal to 2 ജനറേഷനിൽ എന്ത് സംഭവിക്കും? ആകെ എത്ര DNA മോളിക്യൂൾ ഉണ്ടാവും? 2 into 2. 2 raised to 2 അഥവാ 4 DNA മോളിക്യൂൾ ഉണ്ടാവും. If you start with 1 single DNA molecule at T is equal to 0. അപ്പോൾ ഈ DNA സ്റ്റാൻഡുകളെല്ലാം സെപ്പറേറ്റ് ആവും. ആകെ 4 DNA മോളിക്യൂളാണുള്ളത്. ഈ 4 DNA മോളിക്യൂളിൽ നിന്നും ലൈറ്റർ DNA ആഡ് ചെയ്യും സെമി കൺസർവേറ്റീവ്ലി. അപ്പോൾ എത്ര LH മോളിക്യൂൾ കിട്ടും? 2 LH മോളിക്യൂൾ കിട്ടും. 2 LL മോളിക്യൂളും കിട്ടും. LH മോളിക്യൂൾ ഏത് ഡെൻസിറ്റി ആയിരിക്കും? ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി. LL മോളിക്യൂൾ ഏത് ഡെൻസിറ്റി ആയിരിക്കും? ലൈറ്റ് ഡെൻസിറ്റി. സോ 1 ഹൈ ഡെൻസിറ്റി, ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ആൻഡ് 1 ലോ ഡെൻസിറ്റി ബാൻഡ്. ആൻസർ ഏതായിരിക്കും? 1 low density and 1 intermediate density band. Answer is D. Okay. If Meselson and Stahl's experiment is continued for 4 generations, the ratio of N15 that is HH, N15 N14 LH, N14 LL containing DNA in the 4th generation would be. ഇവിടെ ഇരുന്ന് വരച്ചു നോക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് ഇതിൻ്റെ ന്യൂമറിക്കൽസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഭാഗം മാത്രം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവിടെ എന്താണ്? 4 ജനറേഷനാണുള്ളത്. T is equal to 4 ജനറേഷൻ. 4 ജനറേഷന് ശേഷം
ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ടി ഈസ് ഈക്വൽ ടു 0യിൽ 1 സിംഗിൾ ഡി എൻ എ മോളിക്യൂൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 4 ജനറേഷനിൽ എത്ര ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും? 2n അഥവാ 2⁴. ടോട്ടൽ 16 ഡി എൻ എ മോളിക്യൂൾസ് ഉണ്ടാവും. 16 ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും. അതിലെല്ലായ്പ്പോഴും എച്ച് ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവുമോ? എച്ച് മോളിക്യൂൾ എപ്പോഴും 0 ആയിരിക്കും. LH മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ടാവും? 2 ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും. ഇനി LL എത്ര എണ്ണം ഉണ്ടാവും? 16 മൈനസ് 2 മൈനസ് 0, 14 ഡി എൻ എ മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി നമുക്ക് റേഷ്യോ നോക്കാം. എച്ചിൻ്റെ റേഷ്യോ, എച്ച് എത്ര എണ്ണമാണ്? 0. LH എത്ര എണ്ണമാണ്? 2. LL എത്ര എണ്ണമാണ്? 14. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 0:1:7. ആൻസർ എന്താണ്? ഡി. A bacterial culture growing in a medium containing heavy NH4Cl is switched to a medium containing light NH4Cl for 3 generations. What is the molar ratio of hybrid DNA molecule? LHൻ്റെയും LLൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ജനറേഷൻ എത്രയാണ്? N=3 ആണ്. ആകെ എത്ര ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും? ഇഫ് യു സ്റ്റാർട്ട് വിത്ത് T = 0, 1 സിംഗിൾ ഡി എൻ എ മോളിക്യൂൾ, 2n ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും. 2⁵ ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും. അതായത് 8 ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും. അതിൽ എത്ര എണ്ണം LH ആയിരിക്കും? LH 2 എണ്ണം എല്ലായ്പ്പോഴും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ജനറേഷൻ. LL എത്ര എണ്ണം ഉണ്ടാവും? 8 - 2. HH ഉണ്ടാവുമോ? 0 ആയിരിക്കും. ഇനി LH2, ഓക്കെ, LH2 LLൻ്റെ റേഷ്യോ എന്തായിരിക്കും? 6 ആണ്. 2:6. ദാറ്റ് ഈസ് 1:3. സോ ആൻസർ ഏതായിരിക്കും? എ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. E. coli cells that have been cultured in a light medium containing N14 ammonium chloride as the sole nitrogen source is transferred to a heavy medium containing N15 ammonium chloride. 3 generations ശേഷം growth in heavy medium, what will be the proportion of dual light strands, dual heavy strands, hybrid light plus heavy strands in the DNA duplex? ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചോദ്യം റിവേഴ്സ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരുന്നു? അതിന് റിവേഴ്സ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ലൈറ്റ് മീഡിയം ആയിരുന്നു, അതിനുശേഷം HH മീഡിയം, ഹെവി മീഡിയത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ HHന് സിമിലർ ആയിരിക്കും LLൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ എത്ര L ഉണ്ടാവും? 0 ആയിരിക്കും അറ്റ് എനി നമ്പർ ഓഫ് ജനറേഷൻ. HH എത്ര എണ്ണം ഉണ്ടാവും? HH എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാൽക്കുലേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കാം. സോ N=3 ജനറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. N=3 ജനറേഷൻ. ഇഫ് യു സ്റ്റാർട്ട് വിത്ത് T=0, 1 ഡി എൻ എ മോളിക്യൂൾ, ആകെ എത്ര ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും? 2⁵3 അഥവാ 8 ഡി എൻ എ മോളിക്യൂൾ ഉണ്ടാവും. ആ 8 ഡി എൻ എ മോളിക്യൂളിൽ 2 എണ്ണം ഹൈബ്രിഡ് ആയിരിക്കും. 2 LH ആയിരിക്കും. 2 LH ഉണ്ടാവും. ആകെ എത്ര HH ഉണ്ടാവും? ഇവിടെ ശ്രദ്ധിക്കുക, LLനെ HHുമായിട്ട് റീപ്ലേസ് ചെയ്യുക. കാരണം ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലൈറ്റ് മീഡിയത്തിൽ നിന്ന് ഹെവിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഹെവി ഡി എൻ എ മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ടാവും? 8 - 2. ആൻസർ ഈസ് 6. ചോദിച്ചിരിക്കുന്നത് LLും HHും LH തമ്മിലുള്ള റേഷ്യോ ആണ്. ഇവിടെ LL എന്തായിരിക്കും? 0 ആയിരിക്കും. HH എത്ര എണ്ണം ഉണ്ടാവും? 6. ഹൈബ്രിഡ് എത്ര എണ്ണം ഉണ്ടാവും? 2. 6:2 ഓർ 3:1. അപ്പോൾ ഇത് കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് 3/4 1/4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 3/4:1/4. സോ ആൻസർ ഈസ് 3/4 LH to 1/4 HH. ആണോ? അല്ല, 3/4 HH to 1/4 LH. ആൻസർ ബി ആണ്. ഓക്കെ, 3/4 HH to 1/4 LH. In Meselson Stahl experiment, E. coli cells grown on heavy nitrogen were transferred to light nitrogen. What percentage of DNA can be constituted of light nitrogen? Light nitrogen duplex ആണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ജനറേഷന് ശേഷം എന്ത് സംഭവിക്കും? N=3. ആകെ DNA മോളിക്യൂൾ എത്രയായിരിക്കും? 2⁵3, ദാറ്റ് ഈസ് 8. ഓക്കെ,
if you start with a single molecule at T is equal to 0. അതിൽ എത്ര LH ഉണ്ടാവും? LH എല്ലായ്പ്പോഴും 2 എണ്ണം ആയിരിക്കും. LL എത്ര എണ്ണം ഉണ്ടാവും? 8 മൈനസ് 2 ആയിരിക്കും, 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ റേഷ്യോ തന്നെയാണ്. റേഷ്യോ എന്താണ്? റേഷ്യോ ഓഫ് ലൈറ്റ് 6/8 ആണ്. അതിനെ പക്ഷേ പെർസെൻറ്റേജിൽ ചോദിച്ചിരിക്കുന്നു. സോ യു ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 75% എന്നുള്ളതായിരിക്കും. 75%. ഇത് CSIR നെറ്റിൽ ചോദിച്ച ഒരു ട്രിക്കി ആയ ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സെമി കൺസർവേറ്റീവ് നേച്ചർ ഓഫ് DNA replication was established by Meselson Stahl. They grew bacteria in heavy NH4Cl and then washed with fresh medium with N14 containing complex and compounds and allowed to grow for 3 generations. അപ്പോൾ നോക്കുക, ജനറേഷൻ 3 ആണ് ചോദിച്ചിരിക്കുന്നത്. സീഷ്യം ക്ലോറൈഡ് ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷന് ശേഷം അവർ മനസ്സിലാക്കി നേച്ചർ ഓഫ് സെമി കൺസർവേറ്റീവ് DNA replication. ഇനി ചോദിച്ചിരിക്കുന്നത്, ഹാഡ് ദ DNA replication ബീൻ കൺസർവേറ്റീവ്, എന്ത് പാറ്റേൺ ആണ് ഒബ്സർവ് ചെയ്യുക? DNA replication കൺസർവേറ്റീവ് ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കുക, DNA replication കൺസർവേറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസ്പേഴ്സീവ് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും കൂടി പറയാം. ഇവിടെ കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷനിൽ ആദ്യ ജനറേഷനിൽ തന്നെ നമുക്ക് 2 ബാൻഡാണ് കിട്ടുക, സിംഗിൾ ബാൻഡ് അല്ല കിട്ടുക. ആ ബാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, T is equal to 0യിൽ HH DNA ആണെന്ന് വിചാരിക്കുക. T is equal to 1 ജനറേഷനിലും നമുക്ക് എന്ത് കിട്ടും? HH DNA ഒരെണ്ണം കിട്ടും. ബിക്കോസ് ഇൻ കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ഓൾഡ് സ്ട്രാൻഡ്സ് റിമെയിൻ ടുഗെദർ. അപ്പോൾ ഒരു HH DNA മോളിക്യൂൾ കിട്ടും. പിന്നെ ഉണ്ടാകുന്നത് എല്ലാം എന്തായിരിക്കും? LL ആയിരിക്കും. ഇനി ഉണ്ടാകുന്നത് എല്ലാം LL ആയിരിക്കും. അപ്പോൾ T is equal to 2 ജനറേഷനിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞേ? T is equal to 2 ജനറേഷനിൽ ഒരു HH കിട്ടും. ഓക്കെ, ഒരു HH കിട്ടും. ബാക്കിയുള്ളത് എല്ലാം LL ആയിരിക്കും അല്ലേ? സോ ഹൗ മെനി LL? 3. T is equal to 3 ജനറേഷനിൽ എന്ത് സംഭവിക്കും? ആകെ എത്ര DNA മോളിക്യൂൾ ഉണ്ടാവും? ഇഫ് യു സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ DNA മോളിക്യൂൾ at T is equal to 0, 2 raised to 3, that is 8. അതിൽ ഒരെണ്ണം എന്തായിരിക്കും? HH ആയിരിക്കും. LL എത്ര എണ്ണം ഉണ്ടാവും? 8 minus 1 which is equal to 7. ഞാൻ പറയട്ടെ, T is equal to 5 ജനറേഷൻ ആണെന്ന് വിചാരിക്കുക. ആകെ എത്ര DNA മോളിക്യൂൾ ഉണ്ടാവും? 2 raised to 5 ഉണ്ടാവും, ദാറ്റ് ഈസ് 32. ആകെ എത്ര HH DNA മോളിക്യൂൾ ഉണ്ടാവും? ഒരൊറ്റ സിംഗിൾ DNA മോളിക്യൂൾ. ദ റെസ്റ്റ് വിൽ ബി LL. 32 minus 1, ദാറ്റ് ഈസ് 31. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, LLൻ്റെ ഒരു ബാൻഡുണ്ട്, ദാറ്റ് വിൽ ബി ഇൻറ്റൻസ് ബാൻഡ് ആയിരിക്കും. HHൻ്റെ ഒരു ചെറിയൊരു ബാൻഡും ഉണ്ടാവും. HHൻ്റെ ബാൻഡ് എവിടെയാണ് വരിക? ബോട്ടം ഓഫ് ദ ട്യൂബിൽ. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതേസമയം LLൻ്റെ ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഹയർ ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ റൈറ്റ് ആൻസർ? N14 ഹിയർ, ഹൈ ഇൻറ്റൻസിറ്റി ബാൻഡ്, ആൻഡ് ലോവർ ഇൻറ്റൻസിറ്റി ബാൻഡ് ഫോർ N15 DNA.